ഹായ് ഗൈസ്, വെൽക്കം ടു അമ്മിണീസ് അറബിക് പെരുമയുടെ രുചി പെരുമയായ ഓതൻറ്റിക് മജ്ബൂസ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനു മുൻപായി എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനായി വേണ്ടത് ബാരക്കൂട അഥവാ ശീലമാണ് നമ്മൾ മജ്ബൂസിനായി ഉപയോഗിക്കുന്നത്. ഇതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 സവാള, 1 തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, 5 പച്ചമുളക്. ഇനി മജ്ബൂസ് മസാലയ്ക്കായി വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ ചെറിയ ജീരകം, മസാല, ഡ്രൈ ലെമൺ. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ബാസ്മതി റൈസാണ്. ഒരു പാൻ എടുത്തതിന് ശേഷം ഡ്രൈ ലെമൺ പൊട്ടിച്ച് അതിനകത്തെ അരി കളഞ്ഞതിന് ശേഷം ബാക്കി മസാലയുടെ ഇട്ട് നന്നായി വറുത്തെടുക്കുക. വറുത്ത മസാല തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് മാറ്റി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മജ്ബൂസ് മസാലയിൽ നിന്ന് കുറച്ച് എടുത്ത് ഉപ്പും ഒലിവ് ഓയിലും ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബാരക്കൂട മസാല പുരട്ടി 1 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം പാൻ എടുത്ത് ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ 1 മണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഫിഷ് ഹാഫ് കുക്ക് ആയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക്. ഫ്രൈ ചെയ്തിരുന്ന ഒലിവ് ഓയിലിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സവാള എന്നിവയിട്ട് നന്നായി വഴറ്റാം. വഴറ്റുന്നതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി വന്ന മസാലയിലേക്ക് 1 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി കുക്കർ എടുത്ത് ചൂടായതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് വഴറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് ഇളക്കി അതിലേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് അതിന് തൊട്ട് മുകൾ വരെ വെള്ളം ഒഴിച്ച് ഇളക്കി മസാല നന്നായി പിടിച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കി ഹാഫ് കുക്കാകുന്നത് വരെ വേവിക്കാം. റൈസ് ഹാഫ് കുക്ക് വേവാകുമ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് റൈസ് ഇളക്കിയതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കുക. ഇനി റൈസിന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാരക്കൂട ഫിഷ് നിരത്തി വെച്ച് കുക്കർ അടച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മുടെ മജ്ബൂസ് തയ്യാറായിരിക്കുന്നു. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.